ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. നന്നായി നന്നായി. യം ശൈവാസമുപാസതേ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. ഞാൻ എല്ലാ സമയത്തും ഈ മാതിരി സന്ദർഭങ്ങളിൽ ചെല്ലുന്ന ഒരു ശ്ലോകമാണിത്. ഇതിൻ്റെ അവസാനത്തെ വരി നിങ്ങളെല്ലാവരും മനസ്സിലാക്കി കാണണം, ഇല്ലെങ്കിൽ ഞാൻ പറയാം. ത്രിലോകനാഥനായിരിക്കുന്ന ശ്രീഹരി നിങ്ങളുടെ അഭീഷ്ടങ്ങൾ എന്തോ അതെല്ലാം നിറവേറ്റട്ടെ എന്നിങ്ങനെ അനുഗ്രഹകരമായിട്ടുള്ള ഒരു ശ്ലോകമാണിത്. അത് എത്രത്തോളം പ്രസക്തമാണെന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയാമല്ലോ. വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരി. വാഞ്ചിതഫലം, ഓരോരുത്തരും വാഞ്ചിക്കുന്നതെന്തോ ആ ഫലം ത്രിലോകനാഥനായിരിക്കുന്ന ഹരി നിങ്ങൾക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന്. ശുദ്ധോ ബുദ്ധോ വിമുക്തഃ ശ്രുതിശിഖരഗിരാം മുഖ്യതാത്പര്യഭൂമി യസ്മാജ്ജാതം സമസ്തം ജഗദിദമമൃതാദ്വ്യാപ്യ സർവം സ്ഥിതോ യഃ യസ്യാംശാംശാവതാരൈഃ സുരനരവനജൈർരക്ഷിതം സർവമേതത് തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ. തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ. മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യഗത് സ്വാത്മാനന്ദപ്രബോധകഃ. ഹരിഃ 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 ഹരിഃ. ഓം തത്സത്. ജയ ഗുരു ജയ ഗുരു. ഇനി നമുക്ക് എല്ലാവർക്കും കൂടി ഒരു തപോനുഷ്ഠാനം എന്നുള്ള നിലയ്ക്ക് ഓങ്കാരം 3 തവണ ജപിക്കുക. ഈ ഓങ്കാര ജപം കൊണ്ടുള്ള ഗുണം, ആദ്യമായി നമ്മുടെ ഹൃദയമുണ്ടല്ലോ, ആ ഹൃദയത്തിന് ശക്തിയും കൂടും ആയുസ്സും കൂടും. മസ്തിഷ്കത്തിൽ പ്രധാനമായിരിക്കുന്ന ഒരു സ്പന്ദന സ്വാധീനം ജനിപ്പിച്ച് അതിൽ നിന്ന് നിർഗളിക്കുന്ന എല്ലാ ധ്വനികളുമുണ്ടല്ലോ, പ്രേരണകൾ, അത് നന്നാവാനുള്ളതാണ്. ഇതിൽ മീതെ നിങ്ങൾക്ക് എന്തു വേണം? ദേഹം നന്നാവണം, ഉൾവ്യക്തിത്വവും നന്നാവണം. ഇത് രണ്ടിനുമുള്ളതാണ് ഈ ഓങ്കാര ജപം. ആ ഓങ്കാരത്തെ ഇങ്ങനെ ആ മൂളുന്നുണ്ടല്ലോ, ആ ഉ എന്ന് പറയുന്ന 3 സ്വരങ്ങൾ ചേർന്നതാണ് ആ ഉ ഓ. ആ പ്ലസ് ഉ ഓ, അതിൻ്റെ കൂടെ ഒന്നും ചേരുമ്പോഴോ ആ ഓ. ഒന്ന് ജപിച്ചു നോക്കൂ, അത് തലമുടിയെ മുഴുവൻ നടക്കും. എന്താ അവിടെ ഇരുന്ന് മൊബൈൽ നോക്കണേ? എന്നാൽ പുറത്തേക്ക് പോക്കോളൂ. എല്ലാവരും ഭംഗിയായി കൂട്ടായി ജപിക്കുക. കൈ 2 കോർത്ത് മടിയിൽ വയ്ക്കുക. നിവൃത്തിയുള്ളിടത്തോളം വിഷമില്ലാത്ത തരത്തിൽ നിവർന്നിരിക്കുക. കണ്ണടയ്ക്കുക. എന്നിട്ട് മനസ്സും വായും തുറന്ന് എൻ്റെ കൂടെ ജപിക്കുക. ഇതാ ഓ
ശബ്ദം നല്ലോണം പൊന്തട്ടെ. ഓ ഈ ശ്രീമദ് ഭാഗവതത്തെ പറ്റി പലതരത്തിലും വിവരിക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിവരണം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി സ്വീകൃതോസി മയാനാഥ മുക്ത്യർത്ഥം ഭവസാഗരേ എന്നാണ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഈ ശ്ലോകം? കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ടോ? ശ്രീമദ് ഭാഗവതാഖ്യോയം, ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ഈ ഗ്രന്ഥമുണ്ടല്ലോ, വാസ്തവത്തിൽ ശ്രീകൃഷ്ണൻ്റെ ഒരു പ്രത്യക്ഷ രൂപമുണ്ടെങ്കിൽ അതാണ് ശ്രീമദ് ഭാഗവതം. അതിനെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? മുക്ത്യർത്ഥം ഭവസാഗരേ. ഈ ഭവസാഗരത്തിൽ കഴിയുന്നത് കൊണ്ട് അതിൽ നിന്ന് മുക്തി കിട്ടണം എന്ന് പറഞ്ഞാൽ മരിച്ചതിന് ശേഷം രണ്ടാമതൊരു ജന്മം കിട്ടാതെയിരിക്കണം എന്നല്ല നമ്മുടെ ഉദ്ദേശം. മുക്തി എന്ന് പറഞ്ഞാൽ മനസ്സും ബുദ്ധിയും രചിക്കുന്നതായ ബന്ധനങ്ങളുണ്ടല്ലോ, കെട്ടുപൂട്ടുകൾ, ആ കെട്ടുപൂട്ടുകളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടണം എന്നാണ്. അപ്പം മനസ്സ് വളരെ പ്രശാന്തമായി സംതൃപ്തമായി സാഫല്യദീപ്തിയോടുകൂടി എന്നും കഴിയണം. പിന്നെ ബുദ്ധിയിലോ ഒരു വിധത്തിലുള്ള സംശയമോ അജ്ഞാനമോ തകരാറോ ഉണ്ടാവരുത്. ഇത് രണ്ടും ഇല്ലാതെ ആയാൽ നമ്മുടെ ജീവിതം വളരെ നന്നായി. ഈ ഭാഗവതത്തിൽ തന്നെ പറയണത് വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം എന്നാണ്. ഈ ശ്രീമദ് ഭാഗവതത്തിൽ മുഴുവൻ നമുക്ക് അറിയാനുള്ളത് വാസ്തവമാണ്. ആ വാസ്തവം അറിയുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? താപത്രയോന്മൂലനം. 3 വിധത്തിലുള്ള ദുഃഖം രചിക്കുന്നതാണ്. 3 വിധത്തിലുള്ള ദുഃഖം രചിക്കുന്നതാണ് ഈ ലോകം. ആർക്കും, അറിവുള്ളവനും അറിവില്ലാത്തവനും, പണക്കാരനും പണമില്ലാത്തവനും, സമ്പന്നനും സമ്പന്നനല്ലാത്തവനും, എല്ലാവർക്കും ഒരുപോലെ ആധ്യാത്മികം, ആധിദൈവികം, ആധിഭൗതികം എന്ന് പറയുന്ന 3 ദുഃഖം ഉണ്ടാക്കുന്നതാണ് ഈ ലോകം. ആ താപത്രയത്തിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ വാസ്തവം അറിഞ്ഞാലേ പറ്റുള്ളൂ. ആ വാസ്തവമാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത് എന്ന്. പിന്നെ എന്താ പറയണത്? ഈശ്വരനെ ഹൃദയത്തിൽ അവരോധിക്കണം എന്നാ. നമ്മൾ ഈശ്വര എന്ന് പറഞ്ഞ് എത്ര ദിക്കിലേക്കാണ് ഓടിപ്പോണത്. ഒരു ദിവസം ഈ ഓട്ടം നിൽക്കണമല്ലോ, നിൽക്കാൻ്റെ പറ്റില്ലല്ലോ. എപ്പോഴാണ് നിൽക്കുക? ആ ഈശ്വരൻ സർവജ്ഞനാണ്, സർവവ്യാപിയാണ്, നമ്മുടെ ചുറ്റും എല്ലാ ഭാഗത്തുമുണ്ട്, നമ്മുടെ ഉള്ളിലുമുണ്ട്. ഉള്ളിലുണ്ടെങ്കിൽ ആ ഹൃദയത്തിൽ നമ്മൾ ആ ഈശ്വരനെ പ്രതിഷ്ഠിച്ച് ആ ഈശ്വരൻ നമ്മുടെ കൂടെ എപ്പോഴും പോകണം. അതാണ് നമുക്ക് ആവശ്യം. അത് സാധിപ്പിച്ചു തരുന്നതാണ് ശ്രീമദ് ഭാഗവതം എന്ന്. അതിന് പലതരത്തിലുള്ള ചരിതങ്ങളും പൂർവ്വദൃഷ്ടാന്തങ്ങളും നമ്മുടെ പൂർവീകരുടെ തന്നെ അനുഭവങ്ങളുമെല്ലാം ചിത്രീകരിച്ച് സംവാദങ്ങൾ ഉന്നയിച്ച് ചർച്ചകൾ നടത്തി അവതരണങ്ങൾ പലതുമായി ബഹുമുഖമായി അവതരിപ്പിച്ച് അതിൽ പ്രഹ്ലാദപ്പെട്ട ഒന്നാണ് പ്രഹ്ലാദൻ്റെ ചരിത്രം. ആ പ്രഹ്ലാദ ചരിത്രം ഒന്ന് വിശദമായി പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടായി. അത് ഉദ്ദേശമായിട്ട് നടന്നില്ല. എന്തോ അങ്ങനെ സംഭവിച്ചു. സംസാരിക്കാനുള്ള ദിവസം കുറഞ്ഞു. എന്നാലും ഒരുവിധം പറഞ്ഞു ഒപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ആ പ്രഹ്ലാദ ചരിത്രത്തിൽ പ്രധാനമായിട്ടുള്ളത് ആ ഹിരണ്യകശിപു അദ്ദേഹത്തിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞയച്ചു. കിങ്കരന്മാരെ മുഴുവൻ പറഞ്ഞയച്ച് നല്ല കാര്യങ്ങൾ മുഴുവൻ നശിപ്പിക്കണം എന്ന് പറഞ്ഞ് പുറപ്പെട്ട് അവരെല്ലാം നശിപ്പിച്ച് ദേവന്മാർ വരെ ഇരിക്കപ്പുറതിയില്ലാതെ
ഭൂലോകത്ത് വന്ന് ആർക്കും കാണാൻ പറ്റാത്ത തരത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ ഹിരണ്യകശിപു എന്ത് ചെയ്തു? കിങ്കരന്മാരെ എല്ലാവരെയും പറഞ്ഞയച്ച് നാശം വിതയ്ക്കണം എന്ന് പറഞ്ഞു. അത് അവർ പോയി. ഇനി ഹിരണ്യകശിപുവിന് ശ്രീഹരിയെ മഹാവിഷ്ണുവിനെ നേരിടാനുള്ള ഒരു ശക്തിയും സാമർഥ്യവും എല്ലാം വേണമല്ലോ. എല്ലാം എവിടുന്നാ ഉണ്ടാവുക? നിങ്ങൾ എന്ത് കാര്യത്തിന് പുറപ്പെടുമ്പോഴും ആലോചിച്ചോളൂ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഭഗവാനെ ഭജിക്കുക. വെറും ഭജനയല്ല, ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ പോകുന്നു എൻ്റെ പൊന്നു ഈശ്വര. അതിനുള്ള ശക്തിയും സാമർഥ്യവും കൗശലവും ദൃഷ്ടിയും ദീർഘദൃഷ്ടിയും പ്രത്യുത്പന്നമതിത്വവും എല്ലാം എനിക്ക് മനസ്സാന്നിധ്യവും തരണം എന്ന് പറഞ്ഞ് നമ്മുടെ കവികളൊക്കെ കാവ്യം എഴുതാൻ പുറപ്പെടുമ്പോൾ ആദ്യമായിട്ടൊരു സ്തുതി എഴുതും ഭഗവാനെ പറ്റിയിട്ട്. ആ സ്തുതിയിൽ നിന്നാണ് അവർ തുടങ്ങുക. നമ്മുടെ സംസ്കാരമാണത്. ഇല്ലാത്ത ശക്തി മുഴുവനും നമുക്കുണ്ടാവാൻ ഈശ്വരൻ ഒരാൾ മതി. അപ്പോൾ ഈ ഹിരണ്യകശിപു എന്ത് തീർച്ചയാക്കി തപസ് ചെയ്ത് മഹാവിഷ്ണുവിനെ നേരിടാനുള്ള ശക്തി സമ്പാദിക്കണം. ഈ തപസ് ചെയ്യാന്ന് വെച്ചാൽ ആരെക്കുറിച്ചാണ് തപസ് ചെയ്യേണ്ടത്? മഹാവിഷ്ണു ലോകത്തിലുള്ളതിനെയെല്ലാം സ്ഥിതി ചെയ്യിപ്പിക്കുന്ന നിലനിർത്തുന്ന ഒരു വിശേഷപ്പെട്ട ശക്തിപ്രഭാവമാണ്. അദ്ദേഹത്തെയാണ് നേരിടാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ നേരിടുന്ന സമയത്ത് അദ്ദേഹമല്ലാത്ത ഒരാളിൽ നിന്ന് ശക്തി കിട്ടണം. അത് ബ്രഹ്മാവാണ്. ബ്രഹ്മാവിനെ കുറിച്ച് ആരും അങ്ങനെ തപസ് ചെയ്യാറില്ല. എന്നാൽ നമ്മളൊക്കെ സൃഷ്ടിക്കപ്പെട്ടവരാണല്ലോ, ജനിച്ചു കഴിഞ്ഞു. ഇനി ബ്രഹ്മാവായിട്ട് നമുക്ക് എന്താ ബന്ധം? ഉണ്ടെങ്കിൽ മഹാവിഷ്ണുവും ശിവനുമായിട്ടേ ബന്ധമുള്ളൂ. മരണം ശിവൻ്റെ കയ്യിലാണ്. നിലനിൽപ്പ് മുഴുവനും നമ്മൾക്കൊരു കുട്ടി ജനിക്കണം, വളരണം, കല്യാണം കഴിക്കണം, അവർക്ക് കുട്ടികളുണ്ടാവണം, പഠിക്കണം, വിദേശത്ത് പോകണം, സമ്പാദിക്കണം, ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം, കുറച്ച് ഭൂമി മേടിക്കണം, കെട്ടിടം കെട്ടണം. ഇങ്ങനെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഒക്കെ മഹാവിഷ്ണുവിനെയാണ് ആശ്രയിക്കുക. ആ മഹാവിഷ്ണുവിനെയാണ് നേരിടാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ബ്രഹ്മാവിനെ കുറിച്ച് തപസ് ചെയ്തു. ഹിരണ്യകശിപൂരാജൻ അജേയമജരാമരം ആത്മാനമപ്രതിദ്വന്ദ്വം ഏകരാജം വ്യധിസദാ. അജേയം അജരാമരം ആത്മാനം അപ്രതിദ്വന്ദ്വം ഏകരാജം. ഞാൻ അജേയനാകണം, എനിക്ക് ജരയും മരണവും ഉണ്ടാവരുത്, ഒരാൾക്കും എന്നെ നേരിടാൻ കഴിയരുത്, ഏകരാജാവായി വാഴണം, ഏകഛത്രാധിപതിയായി. ഇത്രയും ആവാൻ ഇച്ഛിച്ചു അദ്ദേഹം. സതേപേ മന്ദരദ്രോണ്യാം തപഃപരമദാരുണം തപഃപരമദാരുണം ഊർധ്വബാഹുർനഭോ ദൃശ്യ പാദാങ്കുഷ്ഠാശ്രിതാവനി. നിങ്ങൾ കേൾക്കുന്നുണ്ടോ പറയണത്? ഹിരണ്യകശിപു പണ്ട് കാലത്ത് ചെയ്ത തപസ്സാണ്. അപ്പോൾ തപസ്സിന് എന്തെല്ലാം ഭാവങ്ങളുണ്ട്? തപസ്സിന് എന്തെല്ലാം ഭാവങ്ങളുണ്ട്? അത് എത്ര കണ്ട് ശക്തമാകാം? നമ്മുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ചെയ്യുന്ന തപസ്സാണ്. പല ആൾക്കാരും അതിൽ ശരീരത്തോടു കൂടി നിർത്തികളയും. ഇപ്പോൾ ശബരിമലയ്ക്ക് പോവാന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വിദേശത്തു നിന്ന് വരെ കാലിൽ ചെരുപ്പിടാതെ വന്നു പോകുന്നവരുണ്ട്. അത് ആ ചെരുപ്പിടാതെ വരുന്നതും നടക്കുന്നതും പോകുന്നതുമെല്ലാം ശാരീരികമായിട്ടുള്ള ഭാഗമാണ്. അവിടെ മനസ്സും ബുദ്ധിയും അതുപോലെ ചെലുത്തണം. മനസ്സെന്ന് പറഞ്ഞാൽ ഭാവം കൊണ്ടാണ് ഈശ്വരനോട് കൂടി ഒരു താതാത്മ്യം നമ്മൾ കൈവരിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ ബുദ്ധി ഈ ഈശ്വരൻ ആരാണ്, എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് ഈശ്വരനെക്കുറിച്ച് ധ്യാനിക്കുക. ഈശ്വരീയത എന്ന് പറഞ്ഞാൽ എന്ത്? ഈശ്വര സാക്ഷാത്കാരം, സായുജ്യം എന്ന് പറഞ്ഞാൽ എന്ത്? ആർക്കാണ് ഈ സായുജ്യം? ദേഹത്തിനാണോ അതോ ഉൾവ്യക്തിത്വത്തിനോ? അങ്ങനെയാണെങ്കിൽ മനസ്സും ബുദ്ധിയുമല്ലേ ഈ സായുജ്യം ഉൾക്കൊള്ളുന്നത്? എപ്പോഴാണ് മനസ്സും ബുദ്ധിയും സായുജ്യവും ഉൾക്കൊള്ളുക? ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കേണ്ടി വരും. അപ്പോൾ ആലോചനാഭാഗം സാധാരണ ഈ ഭക്തന്മാരുടെ മനസ്സിൽ ഉദിക്കാറേ ഇല്ല. അതാണ് അവർക്ക് വളർച്ചയില്ലാത്തത്. ഇക്കൊല്ലം പോവും, അടുത്ത കൊല്ലവും പോവും, പിന്നത്തെ കൊല്ലവും പോവും. ഞാൻ 20 കൊല്ലമായി പോണു, 40 കൊല്ലമായി പോണു. എടോ, താൻ ഓരോ കൊല്ലം പോയി വരുമ്പോഴും മനസ്സ് വികസിക്കണ്ടേ? അവിടെ പോകുന്നത് കൊല്ലത്തിൽ പോകുമ്പോൾ ആ 2 മാസം വ്രതത്തിൽ പോവും. ബാക്കിയിട്ട് 10 മാസം എന്തായി? അടുത്ത കൊല്ലം നമുക്ക് 2 മാസമല്ല, അതിൽ കൂടുതൽ ആ വ്രതബോധവും വ്രതാനുഷ്ഠാനവും നമുക്ക് കൈവരിക്കാൻ പറ്റണം. അങ്ങനെ വരുമ്പോൾ ആലോചിക്കേണ്ടി വരും, കാര്യങ്ങൾ ഗ്രഹിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഹിരണ്യകശിപു എന്താ ചെയ്തത്? ഊർധ്വബാഹുർനഭോ ദൃഷ്ടി.
മന്ദരപർവ്വതത്തിൽ ചെന്ന് പരമദാരുണമായിരിക്കുന്ന തപസ് ചെയ്യാൻ പുറപ്പെട്ടു. എങ്ങനെയാ? ഊർധ്വബാഹു നഭോദൃഷ്ടി. ആകാശം നോക്കിക്കൊണ്ടാ തപസ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒന്ന് വേണമെങ്കിൽ എണീറ്റ് നിന്ന് നോക്കുക. എവിടെയാണ് നിൽക്കുന്നത്? പാദാങ്കുഷ്ടാശ്രിതാവനി. കാലിൻ്റെ 2 തള്ളവിരലുണ്ടല്ലോ, ആ തള്ളവിരലിൽ മാത്രം ഊന്നി നിന്ന് ആ ഉപ്പുറ്റി പൊക്കി മേപ്പെട്ട് നോക്കി. ഇങ്ങനെ ഒരു തപസ എൻ്റെ അപ്പ. സതേപേ മന്ദരദ്രോണ്യാം തപഃ പരമദാരുണം ഊർധ്വബാഹുർനഭോ ദൃഷ്ടി പാദാങ്കുഷ്ടാശ്രിതാവനി. ആ തപസ്സങ്ങോട്ട് വല്ലാതെ ചൂട് പിടിച്ചങ്ങോട്ട് ചെയ്തു. അനങ്ങിയില്ല, നിന്ന നിൽപ്പ് തന്നെ. ആ നിന്ന നിൽപ്പിൽ തപസ് ചെയ്തിട്ട് എന്തുണ്ടായി എന്നറിയാമോ? അനങ്ങാതെ ഒരു സ്ഥലം കണ്ടാൽ ഉറുമ്പ് അവിടെ വന്നായിരിക്കാൻ തുടങ്ങും. അനങ്ങാതെ നിങ്ങൾ നിന്നാൽ നിങ്ങളിൽ ഉറുമ്പരിക്കും. വേണമെങ്കിൽ നോക്കണോ? അനങ്ങരുത്. അനങ്ങിയാൽ അതിൽ ജീവൻ ഉണ്ടെന്ന് മനസ്സിലാവും ഉറുമ്പുകൾക്ക്. അങ്ങനെ വരില്ല. ഈ മരത്തിലൊക്കെ ഇലയിൽ പോവില്ല ഉറുമ്പ്, തടിയിലെ അനങ്ങാത്ത സ്ഥലത്തേ ആയിരിക്കുള്ളൂ അവർ. അപ്പോൾ ഉറുമ്പ് വന്നു പുറ്റുകൂടി എല്ലാ ദിക്കും മൂടി, സർവ്വദിക്കും മൂടി, ഒന്നും കാണാനില്ല. അത്ര കഠിനമായ ഒരു തപസ് ചെയ്തു. തപസ് ചെയ്തപ്പോൾ എന്തായി? എൻ്റെ അപ്പ വലിയ തപസ്സായിപ്പോയി. ബ്രഹ്മാവിന് വിവരം കിട്ടി. വിവരം കിട്ടിയതിന് ശേഷം തപസ് ചെയ്യണു എന്നൊക്കെ പറഞ്ഞ് ബ്രഹ്മാവ് നേരെ കമണ്ഡലവും അനുയായികളുമായി അവിടെ ചെന്നു. അവിടെ ചെന്നിട്ടോ അദ്ദേഹത്തിന് വളരെ സന്തോഷം. എൻ്റെ അപ്പ ഇങ്ങനെ ഒരു തപസ് ഇതുവരെ ആരും ചെയ്തിട്ടില്ല, ഇനി ചെയ്യാനും പോകുന്നില്ല, ഒരു കാലത്തും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു തപസ്സോ. ശരീരത്തിലുള്ള എല്ലാം ഭക്ഷിച്ചു കഴിഞ്ഞു. ഉറുമ്പുകൾ വന്ന് എല്ല് മാത്രമേ ബാക്കിയുള്ളൂ. കഷ്ടിച്ച് ചില തോലുമുണ്ട്, കണ്ടാ അറിയില്ല. ഇത്ര ദാരുണം കഠിനമായിരിക്കുന്ന ഒരു തപസ്സോ. എൻ്റെ അപ്പ, ഈ ബ്രഹ്മാവിനെ കുറിച്ച് ആരും തപസ് ചെയ്യാറില്ല. എന്താ? നമുക്ക് അദ്ദേഹമായിട്ടൊരു ബന്ധമില്ലല്ലോ, ജനിച്ചു കഴിഞ്ഞില്ലേ. ജനിച്ചു കഴിഞ്ഞ ആൾക്ക് പിന്നെ ബ്രഹ്മാവായിട്ട് എന്താ ബന്ധം? അദ്ദേഹത്തിൻ്റെ ജോലി തന്നെ എപ്പോഴും സൃഷ്ടിക്കല. സൃഷ്ടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. അപ്പം നമ്മൾ സൃഷ്ടിക്കപ്പെട്ടു. അവിടെ ചെന്ന് സംസാരിച്ചാൽ തന്നെ മൂപ്പർക്ക് ഇഷ്ടാവില്ല. എന്താ? സൃഷ്ടികാര്യങ്ങളിൽ വ്യാപൃതനാണല്ലോ. അപ്പോൾ ആരും തപസ് ചെയ്യാറില്ല. ഇവിടെയുണ്ട് ഒരാൾ തപസ് ചെയ്ത് ഇത്ര ഘോരഘോരമായ തപസ്സോ. വല്ലാതെ അത്ഭുതം തോന്നി. അനുയായികളെയും കൂട്ടിക്കൊണ്ട് അവിടെ വന്നു. കമണ്ഡലൂൽ വെള്ളമുണ്ട്. നോക്കിയപ്പോഴോ ആളെ ഒന്നും കാണാനില്ല. അപ്പോൾ കയ്യിലുള്ള കമണ്ഡലൂരിൻ്റെ ജലം എടുത്തിട്ട് പ്രോക്ഷണം നടത്തി തെളിച്ചപ്പോൾ ആ പുറ്റൊക്കെ ഇങ്ങനെ ഉതിർന്ന് താഴ്ത്തു വീണു. അപ്പോഴാണ് ഈ ശരീരം പുറത്തു വന്നത്. എൻ്റെ അപ്പ, എല്ലും തോലും തന്നെ ഉണ്ടോ എന്ന് സംശയ. അങ്ങനെ ഒരു ശരീരമാണ് കണ്ടത്. ഞാൻ വളരെയധികം സന്തുഷ്ടനായി എൻ്റെ പൊന്നു ഹിരണ്യകശിപു വളരെ സന്തുഷ്ടനായി. എന്തു വേണമെങ്കിൽ വരം ചോദിച്ചോളൂ, തരാമെന്ന് പറഞ്ഞു. എന്തു വരം ചോദിച്ചാലും തരാം. യദിദാസ്യസി അഭിമതാൻ വരാൻമേ വരദോത്തമ ഭൂതേഭ്യഃ ത്വദ്വിസൃഷ്ടേഭ്യോ മൃത്യുർമാഭൂത് മമ പ്രഭോ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒരു മനുഷ്യനെ അവനവൻ്റെ വ്യക്തിത്വത്തെ എത്ര കണ്ട് ശക്തമാക്കാം, സമ്പന്നമാക്കാം, പരാധീനതയ്ക്ക് വഴി കൊടുക്കാതെ വളരാം. ശത്രുക്കളെ നേരിടാൻ എങ്ങനെയാണ് ശക്തി സംഭരിക്കുക, അതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം. നമ്മുടെ മനസ്സ് എന്ത് കാര്യത്തിലും നമ്മെ തുണയ്ക്കുന്നതാണ്. നല്ലതിനാണെങ്കിൽ നല്ലതിന്, ചീത്തയ്ക്കാണെങ്കിൽ ചീത്തന്. നല്ലതും ചീത്തയും ഇല്ലാതെ ഉഭയാതീതമാകണമെങ്കിൽ അതിനും. ഞങ്ങളൊക്കെ ആ വകുപ്പുകാരാ, ഉഭയാതീതക്കാരാ, രണ്ടിൻ്റെയും മീതെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരാ, യോഗികളാ. അപ്പം നമ്മുടെ മനസ്സ് എന്തിനും തുണയ്ക്കും. ഹിരണ്യകശിപുവിനെ തുണച്ചത് എന്താ? ഹിരണ്യകശിപു ആവശ്യപ്പെട്ട കാര്യങ്ങൾ സമഗ്രമായി ആവശ്യപ്പെട്ടതിലേറെ കിട്ടണം എന്ന് വിചാരിച്ച് അനുഗ്രഹിക്കാനാണ്. യദിദാസ്യഭിമതാൻ വരാൻമേ വരദോത്തമ ഭൂതേഭ്യഃ ത്വദ്വിശിഷ്ടേഭ്യോ മൃത്യുർമാഭൂത് മമ പ്രഭോ.
ഹേ പ്രഭോ, അങ്ങ് എന്തെങ്കിലും വരം തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആവശ്യപ്പെടുന്നത് ഇതാണ്. വരാൻമേ വരദോത്തമ ഭൂതേഭ്യ ത്വദ്വിസൃഷ്ടേഭ്യോ. അങ്ങ് സൃഷ്ടിക്കുന്ന ഭൂതങ്ങളുണ്ടല്ലോ, ബ്രഹ്മാവ് സൃഷ്ടിച്ചതാണല്ലോ എല്ലാം, ഈ ദൃശ്യപ്രപഞ്ചം മുഴുവനും. അപ്പം അതിലുള്ള ഭൂതങ്ങളിൽ നിന്നൊന്നും എനിക്ക് മൃത്യു സംഭവിക്കരുത്. ഒരൊറ്റ ആളും എന്നെ കൊല്ലാൻ ശക്തനാവരുത്. ഞാൻ തന്നെ അജയ്യൻ. എനിക്ക് എല്ലാവരെയും കൊല്ലാൻ പറ്റാം, ഒരൊറ്റ ആൾക്ക് എന്നെ കൊല്ലാൻ പറ്റരുത്. നാന്തർബഹിർദിവാനക്തം അന്യസ്മാദപി ചായുധൈഃ ന ഭൂമൗ നാംബരേ മൃത്യുഃ ന നരൈർ ന മൃഗൈരപി വ്യസുഭിർവാ അസുമദ്ഭിർവാ സുരാസുരമഹോരഗൈഃ അപ്രതിദ്വന്ദ്വതാം യുദ്ധേ ഐകപത്യം ച ദേഹിനാം. നോക്കൂ എന്തൊക്കെ വരങ്ങളാണ് ഹിരണ്യകശിപു ബ്രഹ്മാവിൽ നിന്ന് നേടുന്നത് എന്ന്. നാന്തർബഹിർദിവാനക്തം, പുറത്തു വെച്ചാരും കൊള്ളരുത്, അകത്തു വെച്ചാരും കൊള്ളരുത്. പുറത്തെന്ന് പറഞ്ഞാൽ താൻ പാർക്കുന്ന സ്ഥലത്തിന് പുറത്ത്, രാജധാനിക്ക് പുറത്ത്. ഇനി രാജധാനിക്ക് അകത്തും പാടില്ല. ദിവാനക്തം, പകലും കൊല്ലരുത്, രാത്രിയും കൊല്ലാൻ പറ്റരുത്. അന്യസ്മാദപി ചായുധൈഃ, ഒരു വിധത്തിലുള്ള ആയുധവും എന്നിൽ ഏശരുത്, ആരെവിടെ എന്ത് പ്രയോഗിച്ചാലും. ന ഭൂമൗ, ഭൂമിയിൽ. നാംബരേ മൃത്യുഃ, ആകാശത്തിൽ വച്ചും എനിക്ക് മൃത്യു സംഭവിക്കരുത്. ന നരൈർന മൃഗൈരപി. വളരെ കേട്ടോളൂ, ശ്രദ്ധിച്ച്. നരന്മാരാലോ മൃഗങ്ങളാലോ എനിക്ക് വധമേശരുത്, എനിക്ക് കൊല്ലലുണ്ടാവരുത്. നാന്തർബഹിർദിവാനക്തം അന്യസ്മാദപി ചായുധൈഃ ന ഭൂമൗ നാംബരേ മൃത്യുഃ ന നരൈർന മൃഗൈരപി വ്യസുഭിർവാ അസുമദ്ഭിർവാ. പ്രാണനുള്ളത് പ്രാണനില്ലാത്തത്, ഇങ്ങനെ രണ്ടിൽ നിന്നും എനിക്ക് മൃത്യുവേശരുത്. സുരാസുരമഹോരഗൈഃ, സുരന്മാർ എന്ന് വെച്ചാൽ ദേവന്മാർ, അസുരന്മാർ. മഹോരഗൈഃ, പാമ്പുകളോ എന്തുണ്ടോ സർപ്പങ്ങളോ ഒന്നും എന്നെ കൊല്ലരുത്. അപ്രതിദ്വന്ദ്വതാം യുദ്ധം, ആര് വേണമെങ്കിൽ എൻ്റെ മുൻപിൽ വന്ന് യുദ്ധം ചെയ്തോട്ടെ, പക്ഷേ എന്നെ കീഴടക്കാൻ അവർക്ക് സാധിക്കരുത്. യുദ്ധത്തിൽ ഞാൻ അജയ്യനായിരിക്കണം, ആര് തന്നെ വന്നാലും, അപ്പുറത്തുള്ളവരായാലും. മാത്രമല്ല ഐകപത്യം ച ദേഹിനാം, ദേഹമുള്ള എല്ലാവരുടെയും, മനുഷ്യരുടെ മാത്രമല്ല, ദേവന്മാരുടെ മാത്രമല്ല, ജീവജാലങ്ങൾ എല്ലാവരുടെയും ഐകപത്യം, അവരുടെ ഏകപതിയായിത്തീരണം ഞാൻ. ഇതാണ് മേടിച്ചത്. അപ്പോൾ ഹിരണ്യകശിപുവിന് പുത്രന്മാരുണ്ട്. അതിൽ പ്രഹ്ലാദൻ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. ആ കുട്ടി വളരെ വിശേഷപ്പെട്ട കുട്ടിയാണ്. ചെറുപ്പം മുതൽക്ക് തന്നെ അവന് ഹരിയോട് ഒരു ആഭിമുഖ്യമുണ്ടായിരുന്നു. അത് അമ്മയും എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നു. പന്ത് കളിച്ചുകൊണ്ടിരിക്കുമോ അത്രേ. കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കളിക്കോപ്പികളൊക്കെ വിട്ട് കണ്ണടച്ചിരിക്കും. എന്താ ഈ കണ്ണടച്ചിരുന്നത്? വ്യാസമഹർഷി പറയുകയാണ്, ഗോവിന്ദ പരിരംഭിത. കേൾക്കണുണ്ടോ നിങ്ങൾ? ഗോവിന്ദ പരിരംഭിത. ഗോവിന്ദൻ ഉള്ളിൽ നിന്ന് ആലിംഗനം ചെയ്യാണ് ആ കുട്ടിയെ. കേട്ടോളൂ, എവിടെയാ ഭഗവാൻ വന്ന് ആലിംഗനം ചെയ്യുക? ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയൊന്നുമല്ല. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ കണ്ണിന് കാണാൻ പറ്റാത്തവനാ. കണ്ണിന് കാണാൻ പറ്റുന്നതാണ് ദൃശ്യം, ലോകം. ആ ലോകത്തിലെ ഈശ്വരൻ എന്ന് നാം പറയുന്നത് ദൃശ്യവസ്തുക്കളെ അല്ല പറയുന്നത്, അദൃശ്യവസ്തുക്കളെയാണ് നമ്മൾ പറയുന്നത്. അദൃശ്യമായിരിക്കുന്ന ഒരൊറ്റ വസ്തുവേ ഉള്ളൂ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ളത്. പുറമേ ഉള്ളത് മുഴുവനും നമുക്ക് കണ്ണുകൊണ്ട് കാണാം, ചെവി കൊണ്ടും മറ്റിന്ദ്രിയങ്ങൾ കൊണ്ടും ഗ്രഹിക്കാം. നമ്മുടെ ഏറ്റവും ചെറിയ ഇന്ദ്രിയമാണ് കണ്ണ്. ആ കണ്ണിനെ എത്ര ദൂരം കാണാമെന്നറിയോ നിങ്ങൾക്ക്? അനന്ത ദൂരത്തിൽ. ഒരു കണ്ണ് സ്പെഷ്യലിസ്റ്റ് എന്നോട് പറയുകയാണ്, അനന്ത ദൂരം, അറ്റ് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് കീപ്പ് എ സൈസബിൾ ഓബ്ജക്റ്റ്. വേണ്ടത്ര വലിപ്പമുള്ള ഒരു വസ്തുവിനെ അവിടെ വയ്ക്കൂ, നമ്മുടെ വെറും കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നു. അപ്പോൾ ഈ കണ്ണിൻ്റെ ദർശനശക്തി എത്രയുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ആ ദർശനശക്തിയെ രൂപപ്പെടുത്തിയത് ആരാ? ഒന്ന് പറയൂ. അമ്മയോ അച്ഛനോ ആണോ? ആണോ? എന്താ പറയാൻ സംശയം?
നിങ്ങൾക്കുണ്ടായ കുട്ടികളെ ഒന്നും നിങ്ങൾ രൂപപ്പെടുത്തിയിട്ടില്ല, ഒറ്റ ആളെ രൂപപ്പെടുത്തിയിട്ടില്ല. ആരും, അമ്മയോ അച്ഛനോ. അമ്മയുടെ ശരീരത്തിന് വിശപ്പനുസരിച്ച് സ്വയം ഊണ് കഴിച്ചു. ആ ഊണ് ആമാശയത്തിലേക്ക് ചെന്നു, കുടലിലൂടെ ചെന്ന് ദഹിപ്പിക്കപ്പെട്ടു, രക്തമായി മാറി, ഉള്ള രക്തത്തോടു കൂടി ചേർന്നു. ആ വളരുന്ന ഗർഭപാത്രത്തിൽ വളരുന്ന ഒരു കുട്ടിക്ക് ഒരു സാധനം ഈ അമ്മ കൊടുക്കണില്ല. അത് സ്വയം അമ്മയുടെ രക്തം വലിച്ചെടുത്ത് വളരുകയാണ്. അതാണ് കണ്ണുണ്ടാക്കിയത്, അതാണ് മൂക്കുണ്ടാക്കിയത്, അതാണ് നാവുണ്ടാക്കിയത്, ചുണ്ടുകളുണ്ടാക്കിയത്, ചെവി എല്ലാം തന്നെ ആ കുഞ്ഞ് ആ ഗർഭസ്ഥ ശിശു ഉണ്ടല്ലോ, ആ ശിശു അതുണ്ടാക്കുന്നതാണ്. അതിനത് ഉണ്ടാക്കാനുള്ള ശക്തി എവിടെയാ? നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ആ സാന്നിധ്യമുണ്ടല്ലോ, ദ ഇന്നർ പ്രസൻസ്. അത് വാസ്തവത്തിൽ ഈശ്വര ചൈതന്യമാണ്. ആ ചൈതന്യത്തിൻ്റെ കൈവേലയാണ് ഈ ശിശുക്കളുടെ ജന്മം മുഴുവനും. അത് നന്നായാലും ചീത്തയായാലും നിങ്ങൾക്ക് പങ്കുണ്ടോ ചോദിച്ചാൽ സത്യത്തിലൊരു പങ്കില്ല. പക്ഷേ ഇത് നന്നാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അതിനുള്ള വഴികളൊക്കെ കുറേ ആശ്രയിക്കാൻ നമ്മുടെ പൂർവികർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അത് നല്ല പോലെ മനസ്സിലാക്കണം, നല്ല പോലെ മനസ്സിലാക്കണം. 4 കുട്ടികളിൽ ഒരു കുട്ടിയാണ് പ്രഹ്ലാദൻ. അവൻ്റെ സ്വഭാവം ഇതായിരുന്നു. അങ്ങനെ കണ്ണടച്ചിരുന്ന് മിണ്ടാതെ ഇരിക്കുമ്പോൾ കയാതു വല്ലാതെ പേടിച്ച്, അയ്യോ എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ചോദിച്ച് പശുവിനെ കൊണ്ടുവന്ന് വാലുകൊണ്ട് ചുറ്റുക, കർപ്പൂരം കാട്ടുക, അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ആ കുട്ടിക്ക് അതൊന്നും ആവശ്യമില്ല. അവൻ പരമഭക്തനാണ്. അവൻ്റെ മനസ്സ് കളിക്കോപ്പ് വിട്ട് ഗോവിന്ദൻ ഉള്ളിൽ വന്ന് ആലിംഗനം ചെയ്യുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞ് കണ്ണടച്ച് ഇരിക്കാൻ തോന്നിയതിൽ എന്താ തെറ്റ്? മറ്റുള്ളവർക്ക് മനസ്സിലായില്ല. അത്ര വിശേഷപ്പെട്ട ഒരു കുട്ടിയാണ്. എപ്പോൾ നോക്കിയാലും ഹരി ഹരി ഹരേ ഹരേ എന്നേ പറയുള്ളൂ. അങ്ങനെ പറയുന്ന കുട്ടിയെ സാധാരണ പോലെ പഠിക്കാനായിട്ട് പറഞ്ഞയച്ചു. അധ്യാപകന്മാർ 2 പേരാ, ഷണ്ടാമർക്കന്മാർ. അവരുടെ അടുത്ത് ആ കുട്ടിയെ നല്ല പോലെ പഠിപ്പിക്കണം. അർത്ഥവും കാമവുമാണ് പഠിപ്പിക്കേണ്ടത്. ധർമ്മം പഠിപ്പിക്കരുത്, മോക്ഷവും പഠിപ്പിക്കരുത്, ഭക്തിയോ ഈശ്വരനോ ഒന്നും അവൻ പറയരുത്. ലോകത്തിൽ എങ്ങനെ ജീവിക്കാം, ധാരാളം വസ്തുവകൾ സംഭരിക്കാം, ആ സംഭരിച്ചത് മുഴുവനും വേണ്ടതുപോലെ ആഗ്രഹപൂരണത്തിന് വേണ്ടി എങ്ങനെ വിനിയോഗിക്കാം, ഈ വക കാര്യങ്ങളെ പഠിപ്പിക്കാവൂ. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് 4ആണല്ലോ നമുക്ക്. അതിൽ ആ ധർമ്മം എല്ലാം വേണ്ടതുപോലെ ചെയ്യണം. പരോപദ്രവം പാടില്ല, പരോപകാരമേ പാടുള്ളൂ, സത്യമേ പറയാവൂ, ധർമ്മമേ ചെയ്യാവൂ. അതൊന്നും പറയരുത്. എന്തു വേണമെങ്കിൽ ചെയ്തോ, പണം സമ്പാദിക്കണം, അർത്ഥം വേണം, അതുപയോഗിച്ച് സർവ്വ ആഗ്രഹങ്ങളും നിറവേറ്റിയും വേണം, അത്രേ വേണ്ടൂ, അതുമാത്രം പഠിപ്പിക്കൂ എന്ന് പറഞ്ഞയച്ചപ്പോൾ കുട്ടി പഠിച്ചു. ആ പഠിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് സ്വയം ഒരു ബുദ്ധി എപ്പോഴും ഉണ്ടായിരുന്നു. അധ്യാപകന്മാർ പഠിപ്പിക്കുന്നത് ശരിയല്ല എന്നവന് തോന്നി. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ അധ്യാപകന്മാർ വിട്ടുകളയണമെന്ന് അത് തനിക്ക് തോന്നി. മറ്റുള്ള കുട്ടികൾക്ക് അതുപോലെ തോന്നിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് ഈ സത്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്ന് തോന്നി. എന്തു ചെയ്യും? ആചാര്യന്മാർ മൂത്രശങ്കയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് ഇവിടെ വരൂ എൻ്റെ മുമ്പിലിരിക്കൂ. ഈ ആചാര്യന്മാർ നമ്മളെ വേണ്ടത് പഠിപ്പിക്കണില്ല, വേണ്ടാത്തതാണ് പഠിപ്പിക്കുന്നത്. മുഖ്യമായിട്ടുള്ളൊരു കാര്യമുണ്ട്, അതാണ് ശ്രീഹരിയും ഹരിയോടുള്ള ഭക്തിയും. ആ ഭക്തി കൊണ്ട് മാത്രമേ നമ്മളൊക്കെ നേരെയാവുള്ളൂ. നമ്മുടെ മനസ്സ് വേണ്ടതുപോലെ ചിന്തിക്കുള്ളൂ, ബുദ്ധി വേണ്ടതുപോലെ ആശയങ്ങൾ വിനിമയം ചെയ്ത് പരിശോധിച്ച് മനസ്സിനെ ഉപദേശിക്കുള്ളൂ. അതുകൊണ്ട് പ്രധാനപ്പെട്ട ഭക്തിയും ഈശ്വരനും ഈശ്വരവിശ്വാസവും വിട്ടുകളയുന്നത് ശരിയല്ല. നിങ്ങൾ കേൾക്കൂ എന്ന് പറയുമ്പോൾ ചെവി കൂർപ്പിച്ച് കുട്ടികൾ മണിക്കൂറുകളോളം കേൾക്കും വേണ്ടി വന്നാൽ ആ കുട്ടിയുടെ സ്വാധീനവും മനസ്സും ആലോചിച്ച് നോക്കും. എപ്പോൾ നമ്മൾക്ക് മനസ്സിലാവണോ നല്ലത് പറഞ്ഞു തരുന്നില്ല, നല്ലതല്ല നമ്മൾ കേൾക്കണേന്ന് വെച്ചാൽ 1 മിനിറ്റ് നേരം അവിടെ നിൽക്കരുത്. കുട്ടികളൊക്കെ സ്നേഹിതന്മാരെ ഇഷ്ടപ്പെടുന്നവരാണ്. എങ്ങനത്തെ സ്നേഹിതന്മാർ വേണം? ആരോട് നമ്മുടെ സ്നേഹം കൊടുത്താൽ അവർ നന്നാവോ അവരുടെ സ്നേഹിതനായിക്കോളൂ. ആരാണോ നമ്മൾക്ക് സൗഹാർദ്ദം തരണത് അവരിൽ നിന്ന് നമുക്ക് നല്ലത് കിട്ടണം. നല്ലത് കിട്ടണമെന്ന് കണ്ടാലേ സൗഹൃദത്തിന് പുറപ്പെടാവൂ. പണം കൊണ്ടുള്ള പോക്കും വരവൊന്നുമല്ല. സൗഹാർദ്ദം എന്നുള്ള പേരിൽ ചങ്ങാതിമാർക്ക് വേണ്ടി പണം ചെലവ് ചെയ്യുന്ന പ്രസ്ഥാനമൊന്നും അല്ല ഇവിടെ പറയുന്നത്. മനസ്സിനും ബുദ്ധിക്കും നന്മ കിട്ടണം.
നമുക്കിപ്പോൾ എത്ര നന്മയുണ്ടോ അതിൽ കൂടുതൽ നന്മയുണ്ടാവണം എന്ന് ഉറപ്പ് വന്നാലേ നമ്മൾ ഒരാൾ ചങ്ങാത്തം തന്നാൽ അത് സ്വീകരിക്കാവൂ. അതുമാതിരി നമ്മളിലുള്ള നന്മ മറ്റൊരാൾക്ക് പകർന്നു കൊടുത്ത് അവർ കൂടുതൽ നന്മയുള്ളവരാവും എന്ന് ബോധ്യം വന്നാലേ നമ്മുടെ സൗഹൃദം വേറൊരാൾക്ക് കൊടുക്കാവൂ. അത്ര വിശേഷപ്പെട്ടതാണ് ആ സൗഹൃദം. വളരെ വളരെ മെച്ചപ്പെട്ടതാണ്, എല്ലാവിധത്തിലും യോഗ്യമാണ്, ആരാധ്യമാണ്. അപ്പോൾ ഈ കുട്ടികളെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. കുറേയൊക്കെ ആചാര്യന്മാർ അറിഞ്ഞു കാണും. ഒരു ദിവസം എന്ത് ചെയ്തു? പഠിപ്പിക്കാനാണല്ലോ പറഞ്ഞിരിക്കുന്നത്, ഇവർ പഠിപ്പിക്കണമുണ്ട്. ആ പഠിപ്പിക്കുന്ന കുട്ടിയെ ഒരു ദിവസം അമ്മ അലങ്കരിച്ചൊക്കെ ചെയ്ത് അച്ഛൻ്റെ മടിയിൽ കൊണ്ടിരുത്തി. ഈ അധ്യാപകന്മാർ അച്ഛൻ്റെ മടിയിലിരുത്തിയപ്പോൾ കെട്ടിപ്പിടിച്ചൊന്ന് ഉമ്മ വച്ചു. ആര്? ഹിരണ്യകശിപു. എന്നിട്ട് ആ മുഖത്തൊക്കെ ഒന്ന് തട്ടി, എൻ്റെ പൊന്നു മോനെ, ഏകദാ അസുരരാട് പുത്രം അംഗമാരോപ്യ പാണ്ഡവ യുധിഷ് പപ്രച്ഛ കഥ്യതാം വത്സ മന്യതേ സാധു യത് ഭവാൻ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഒരച്ഛൻ വളരെ സന്തോഷത്തോടു കൂടി പഠിച്ച കുട്ടിയെ മടിയിലിരുത്തി മുഖത്ത് തട്ടി ഉമ്മ വച്ച് ചോദിക്കുകയാണ്, പപ്രച്ഛ കഥ്യതാം വത്സ, അല്ലേ വത്സ, ഒന്ന് പറയൂ എൻ്റെ പൊന്നു മോനെ, മന്യതേ സാധു യത് ഭവാൻ. ആചാര്യന്മാരുടെ അടുത്ത് പഠിപ്പിക്കാൻ ഞാൻ പറഞ്ഞയച്ചു. അവർ പഠിപ്പിച്ച വിഷയങ്ങൾ പലതും കാണും. അതിൽ വെച്ച് ഏറ്റവും നല്ലത് എന്താ മോനെ നീ പഠിച്ചത് ഒന്ന് പറഞ്ഞു തരൂ. നിങ്ങൾക്കൊക്കെ കുട്ടികളുണ്ടല്ലോ, എപ്പോഴെങ്കിലും നിങ്ങളിങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? സോബ്ലാങ്കികളാണ് എല്ലാവരും. കുട്ടികളോട് സമ്പർക്കം നടത്താൻ പഠിക്കണം കൂട്ടുകാരെ, അച്ഛനമ്മമാരെ. ഒരു അളവ് വരെ 14, 15, 16, 17, 18 ആകുമ്പോഴേക്കും അവർക്ക് അച്ഛനും വേണ്ട അമ്മയും വേണ്ട, ഇപ്പോൾ കൂട്ടുകാരാ എല്ലാം മേലെ. അതുവരെ അവർ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും അച്ഛനോട് കൂടി അമ്മയോട് കൂടി കുറച്ച് സമയം ചെലവ് ചെയ്യാനും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. ആ സമയത്താണ് അവർക്ക് നിങ്ങളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ, നിങ്ങൾ അറിഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ എന്തെല്ലാം അവർ കൈക്കലാക്കണമോ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ അച്ഛൻ വളരെ ആവേശത്തോടു കൂടി പ്രതീക്ഷയോടു കൂടിയാണത് പറഞ്ഞത്. മന്യതേ സാധു യത് ഭവാൻ. പ്രഹ്ലാദ ഉവാച തത്സാധു മന്യേ അസുരവര്യദേഹിനാം സദാ സമുദ്വിഗ്നധിയാം അസദ്ഗ്രഹാത് ഹിത്വാത്മപാദം ഗൃഹമന്ധകൂപം വനം ഗതോ യദ്ധരിമാശ്രയേത. ശ്രീമദ് ഭാഗവതത്തിൽ പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ കുറച്ച് പെറുക്കിയെടുക്കാമെങ്കിൽ അതിൽപ്പെട്ട ഒന്നാണിത്. എൻ്റെ പൊന്നച്ഛ കേട്ടോളൂ ഞാൻ പഠിച്ചത്. തത് സാധുമന്യേ അസുരവര്യദേഹിനാം. അല്ലേ അസുരശ്രേഷ്ഠ. ആ കുട്ടിയുടെ മുഖത്തിൽ നിന്ന് വരുന്ന വാക്കുകളൊന്ന് നിങ്ങൾ നോക്കൂ. വ്യാസമഹർഷിയുടെ തൂലികാ വൈഭവം ഒന്ന് മനസ്സിലാകും. തത് സാധുമന്യേ, അതാണ് എൻ്റെ അഭിപ്രായത്തിൽ സാധു നല്ലത്. അസുരവര്യ ആർക്ക് നല്ലത്? ദേഹിനാം, ദേഹമുള്ളവർക്ക് എല്ലാവർക്കും. സദാ സമുദ്വിഗ്നധിയാം അസദ്ഗ്രഹാത്. നിങ്ങളൊക്കെ വളരുന്നത് വീട്ടിലാണ്. ചിലരെയൊക്കെ വീട് വളരെ സമ്പന്നമായിരിക്കും. എല്ലാവർക്കും ഒരു വീട് കാണും, നല്ല ശമ്പളം ഉണ്ടാവും, വരുമാനമുണ്ടാവും, ഒക്കെ ഭംഗിയായിട്ട് അലങ്കരിക്കും. ബാത്റൂമിൽ തന്നെ ലക്ഷങ്ങൾ ചെലവ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിലും പറയുകയാണ് നമ്മുടെ കുട്ടി, തത് സാധുമന്യേ അസുരവര്യദേഹിനാം സദാ സമുദ്വിഗ്നധിയാം അസദ്ഗ്രഹാത്. ഈ വീട്ടിലുള്ളവരെല്ലാം കെട്ടിപ്പിടിച്ചിരിക്കുന്നത് എന്താ? അസത് വസ്തുക്കളെയാണ്. അസത്ത് വസ്തുക്കളെയാണ്. അസത് വസ്തുക്കളാണ് എല്ലാം നശിക്കുന്നതാണ്. നമ്മുടെ ശരീരം നശിക്കുന്നത്, വീടും നശിക്കുന്നത്, നമുക്കുണ്ടാവുന്ന കുട്ടികൾക്കുമുണ്ട് നാശം. നമ്മൾ മേടിച്ചു കൂട്ടുന്ന വിഭവങ്ങളെല്ലാം തന്നെ നശിക്കുന്നതാണ്. ഈ സഭാനികേതനുണ്ടല്ലോ, നമ്മൾ പുതിയതായിട്ട് കെട്ടി ഉയർത്തിയിട്ടുണ്ട്. ഇതും കാലാന്തരത്തിൽ വീണുപോകും. അങ്ങനെ അസത്തിനെ വേണ്ടതുപോലെ മുറുക്കി പിടിച്ച് അസത്താണെന്ന് മനസ്സിലാക്കാതെ, സത്തെന്തെന്ന് അന്വേഷിക്കാതെ, അസദ്ഗ്രഹാത് സദാ സമുദ്വിഗ്നധിയാം, എല്ലാ സമയത്തും അവരുടെ മനസ്സിന് ഉദ്വേഗമാണ്. അങ്ങനെയുള്ള കൂട്ടര് ഹിത്വ ആത്മപാദം ഗൃഹമന്ധകൂപം. ശ്രീമദ് ഭാഗവതം വീടിനെ വിവരിക്കുകയാണ്. നിങ്ങളത് ഇഷ്ടപ്പെടുമോ അതോ നീരസം തോന്നുമോ? ശ്രീമദ് ഭാഗവതം വിവരിക്കുകയാണ് പ്രഹ്ലാദൻ്റെ മുഖത്തിലൂടെ.
ഹിത്വ ആത്മപാദം ഗൃഹമന്ധകൂപം. ഗൃഹം എന്ന് പറയുന്നത് അന്ധകൂപമാണ്, പൊട്ടക്കിണറ. അതെന്തിനാ? ആത്മപാദം, എല്ലാവരെയും കുഴിയിൽ ചാടിക്കാനുള്ളതാണ്. ആത്മപാദം ഗൃഹമന്ധകൂപം, അതിനെ വിട്ട് വനം ഗതോ യദ്ധരിമാശ്രയേത, കാട്ടിൽ ചെന്ന് ധ്രുവൻ ചെയ്തതുപോലെ ശ്രീഹരിയെ തപോരൂപത്തിൽ ഭജനം ചെയ്ത് തൃപ്തിപ്പെടുത്താൻ നോക്കണം. ഇതാണ് ഞാൻ പഠിച്ചത് എന്നാണ് പറയുന്നത്. കേട്ടു നിങ്ങൾ? 7 വയസ്സായ കുട്ടി അച്ഛനോട് പറയുകയാണ്, തത്സാധുമന്യേ അസുരവര്യദേഹിനാം സദാ സമുദ്വിഗ്നധിയാമസദ്ഗ്രഹാത് ഹിത്വ ആത്മപാദം ഗൃഹമന്ധകൂപം വനം ഗതോ യദ്ധരിമാശ്രയേത. ഞാനിത് വളരെ ഉറപ്പിച്ച് പറയണത് എന്താണെന്ന് വെച്ചാൽ, ഉറപ്പിച്ച് പറയണത് ഞാൻ ഇഷ്ടപ്പെടും. ഒരാളുടെ മുഖവും നോക്കണ്ട, സത്യം പറയാൻ. നിങ്ങൾ ഇവിടുന്നേ കേൾക്കുള്ളൂ, വേറെ ഒരു സ്ഥലത്ത് അത് കേൾക്കൂല. മാത്രമല്ല എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ സഭാനികേതനുണ്ടല്ലോ, ഇവിടെ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം നടത്തുന്ന 10 ദിവസം ഇത് വാസ്തവത്തിലൊരു വനമാണ്. ഈ ഫസ്റ്റ് ഫ്ലോറിലായതുകൊണ്ട് പ്രത്യേകിച്ചും വനം. ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഇത്രയധികം ജനങ്ങൾ ഇവിടെ കൂടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു സത്കർമ്മം നടക്കണു, ഒരു വലിയ അധ്യാപനം, ഒരു ഉദ്ബോധനം, ഒരു പ്രബോധനം നടക്കണമെന്ന് ആർക്കും അറിയില്ല. അല്ലലും ചൊല്ലലും ഒന്നുമില്ലാതെ മിണ്ടാതെ ഇരുന്ന് കേൾക്കാം. അങ്ങനെ കേൾക്കണമുണ്ട് നിങ്ങളെല്ലാവരും. ആ വനം തന്നെയാണ്. വനത്തിൽ ചെന്നാൽ എന്താ ഉണ്ടാവുക? ഇത് തന്നെയാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് സ്വന്തം ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുക, വീട്ടിലേക്ക് പോവുക, ആ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇവിടെ 4 നേരമോ 3 നേരമോ ഭക്ഷണം കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും, ഒരു വിഷമവും ഇല്ല. ഇപ്പോൾ കുറച്ച് സൗകര്യങ്ങളുമായി നമുക്ക്. എത്ര പെട്ടെന്ന് ഈ കണ്ട ആൾക്കാരെ മുഴുവൻ ഭക്ഷണം കൊടുത്ത് അവർ ഊണ് കഴിച്ച് പോണത്. കാണേണ്ടതും അറിയേണ്ടതുമാണ് ഈ സംഭവം. ആ വനത്തിൻ്റെ ഒരു അന്തരീക്ഷ, ഒരല്ലലും ഒരു സൊല്ലലും ഇവിടെ ഉണ്ടാവരുത്. അങ്ങനെ ഇല്ലാത്ത സ്ഥലത്തേക്ക് പോകണമെന്നാണ് പറയണേ. വീട്ടിലിരുന്നാൽ ഹരിഭജനം ശരിയാവില്ല, സമ്മതിക്കില്ല. ആരെങ്കിലും വിളിക്കും, കുട്ടികൾ കരയും, മുതിർന്നവർ വിളിക്കും, അല്ലെങ്കിൽ സഹോദരന്മാർ വരും, അയൽവക്കത്ത് നിന്നുള്ള സന്ദർശനമായി, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട്. നമ്മളിവിടെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ശിഷ്യ മാ ഗുരുപ്രിയ ഉണ്ടല്ലോ, അവർ കല്യാണം കഴിച്ചവരാണല്ലോ. അവർ 2 പേരും ദമ്പതിമാരായിരുന്നു, ഇപ്പോൾ സന്യാസിമാരാണ്. അപ്പോൾ അവർ ഖരഗ്പൂർ IIT-യിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് സ്വാമിജി ജോലി കഴിഞ്ഞ് വരും. അപ്പോൾ വരാൻ കാത്തിരിക്കും അദ്ദേഹം. കാലിൽ നിന്ന് ഷൂ മാറുന്നതിന് മുമ്പ്, നീ എന്താ ഭാഗവതത്തിൽ നിന്ന് പഠിച്ച് നല്ലത് മനസ്സിലാക്കി അത് കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ കസേരയിലിരുന്ന് വായിച്ച് കേൾപ്പിക്കുമത്രേ. അപ്പോൾ അവർ പറയുകയാണ് എന്നോട്, ഞാൻ സാധാരണ സോഷ്യൽ വിസിറ്റ്സ്, ചങ്ങാതിമാരെ കാണാനും കേൾക്കാനും ഒന്ന് പോണതൊക്കെ നിർത്തി ശ്രീമദ് ഭാഗവതം നല്ലോണം വായിക്കും. അപ്പോൾ കൽക്കത്തയിൽ നിന്ന് ജോലി റിസൈൻ ചെയ്ത് ഖരഗ്പൂരിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞു, ഐച്ഛികമായിട്ട് നീ ഉദ്യോഗം ഭരിക്കാതെ ഇരിക്കണമെന്ന്. ഉദ്യോഗം വിട്ടിട്ടാണ് പോണേ, അവിടെ പോയിട്ട് വേറെ ഉദ്യോഗം സ്വീകരിക്കരുത്. പകരം ഞാനൊരു ദൗത്യം തരാം, ശ്രീമദ് ഭാഗവതം വായിച്ച് നല്ല പോലെ മനസ്സിലാക്കും. അപ്പോൾ അവർ ശ്രീമദ് ഭാഗവതം വായിക്കാൻ തുടങ്ങി. അപ്പോൾ വായിക്കാൻ പുറപ്പെടും. എന്നും അയൽവക്കത്തു നിന്ന് ഒരു സ്ത്രീ വരുമത്രേ. അവരുടെ വരവ് അപ്പോഴാണ്. പുസ്തകം കൊണ്ട് വായിക്കാൻ പുറപ്പെടുമ്പോഴാണ് ഈ സ്ത്രീ വരിക. എന്താ അവരോട് പറയുമ്പോൾ മുഷിപ്പാവുമല്ലോ. ആദ്യമൊന്നും പറഞ്ഞില്ല, പിന്നെ നിങ്ങൾ സമയം ഒന്ന് മാറ്റി വന്നാൽ കൊള്ളാം എന്ന് പറയുണ്ടായി. ഇതാണ് വീടിൻ്റെ നിലപാടാണ്. അവർക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല, വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല, 2 പേരെന്നേ ഉള്ളൂ. 2 പേരും സാധകന്മാരാണ്. അവർക്കുണ്ടായ അനുഭവം ഇതാ. അപ്പോൾ വീട്ടിലിരുന്ന് പൂർണ്ണമായിട്ട് ഹരിഭജനം ചെയ്യാം എന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. ആ വീടല്ലാത്ത ഒരു വനാന്തരീക്ഷം രചിക്കുന്നതാണ് നമ്മുടെ സഭാനികേതൻ്റെയും നൈമിഷാരണ്യത്തിൻ്റെയും ഉദ്ദേശം. അപ്പോൾ ഇവിടെ വന്ന് ഈ കഴിയുന്ന ദിവസങ്ങളിൽ ഇതിൽ പങ്കെടുത്ത് ഇവിടുന്നുള്ള തത്വപ്രവചനം കേട്ട് ശ്രീമദ് ഭാഗവതം കൂടുതൽ മനസ്സിലായി വന്ന് അതിലുള്ള സ്വാദും രസവും എല്ലാം തന്നെ ഗ്രഹിക്കാൻ സാധിച്ചാൽ അതിലേറെ ഒരു ജീവിതഭാഗ്യം, ഒരു മനുഷ്യ ദൗത്യ നിർവഹണം നിങ്ങൾക്ക് ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ വനത്തിലേക്ക് പോകണം. ഹിത്വ ആത്മപാദം ഗൃഹമന്ധകൂപം. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഭാഷയിൽ നമ്മുടെയൊക്കെ വീട് എന്ത് വീടാ? ഒന്ന് പറയും.
പൊട്ടക്കിണർ, അതിൽ കുപ്പിച്ചില്ലും ഉണ്ടാവും, അതിൽ വീണാൽ മുറിവാവും. ഒരു പക്ഷേ പാമ്പോ സർപ്പങ്ങളും കൂടി ഉണ്ടാവും, മുള്ളൻ ചെടികളുണ്ടാവും, മുൾച്ചെടികൾ. ഇതാണ് കേട്. നമ്മുടെ കൂടെയുള്ളവരൊക്കെ അങ്ങനെയുള്ള മുള്ളുകളാണ്, അല്ലാതെ മനോഹരങ്ങളാണെന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. അങ്ങനെ ഹിത്വ ആത്മപാദം ഗൃഹമന്ധകൂപം വനം ഗതോ യദ്ധരിമാശ്രയേത ശ്രുത്വാ പുത്രഗിരോ ദൈത്യഃ പരപക്ഷസമാഹിതാഃ ജഹാസ ബുദ്ധിർബാലാനാം ഭിദ്യതേ പരബുദ്ധിഭിഃ. കുട്ടി പറയണത് കേട്ടിട്ടേ അച്ഛന് ഒരു പരിഹാസച്ചിരിയാണ് വന്നത്. കുട്ടികളുടെ ബുദ്ധിയെ ബാക്കി പലരും സൂത്രത്തിൽ വന്ന് പറഞ്ഞ് തെറ്റിക്കുന്ന ഒരു സ്വഭാവം അന്നുണ്ടായിരുന്നു. കുറേയൊക്കെ രാഷ്ട്രീയം അങ്ങനെയാണല്ലോ വളരുന്നത്. ചെറുപ്പകാലം മുതൽക്ക് വന്ന് കുച്ചു കുച്ചു മുച്ചു മുച്ചു കുച്ചു മുച്ചു പറഞ്ഞ് ബുദ്ധി അങ്ങോട്ട് മാറ്റുക. ചിലർ പിന്നീട് പശ്ചാത്തപിച്ച് ആത്മഹത്യ വരെ ചെയ്തവരുണ്ട്. ശരിയല്ലാത്ത പാർട്ടികൾ വന്ന് സ്വാധീനം ചെലുത്തി സംസാരിച്ച്. അപ്പോൾ ജഹാസബുദ്ധിർബാലാനാം ഭിദ്യതേ പരബുദ്ധിഭിഃ സമ്യക് വിധാര്യതാം ബാലോ ഗുരുഗേഹേ ദ്വിജാതിഭിഃ വിഷ്ണുപക്ഷൈഃ പ്രതിച്ഛന്നൈഃ ന ഭിദ്യേതാസ്യ ധീര്യഥാ. ഷണ്ടാമർക്കന്മാരെ വിളിച്ച് പറഞ്ഞു, അതേ ദാ ഞാൻ പറയണത് നല്ലോണം കേട്ടോളൂ. എൻ്റെ കുട്ടിയെ നല്ല പോലെ പഠിപ്പിക്കാനാണ് നിങ്ങളുടെ അടുക്കിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്. ആ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ വിഷ്ണുപക്ഷക്കാരായി സഞ്ചരിക്കുന്ന ചില കൂട്ടരുണ്ടാവും, വേഷം മാറി. അവരെങ്ങാനും നുഴഞ്ഞു കയറി ഇവനോട് സംസാരിച്ച് ഇവൻ്റെ ബുദ്ധിയിൽ വൈകല്യം വരുത്തരുത് കേട്ടോ, സൂക്ഷിക്കണേ. ഞാൻ ആവശ്യപ്പെടുന്നത് അവൻ്റെ വിഷ്ണുഭക്തി നിഷ്കാസനം ചെയ്യണം, അവൻ ഉപേക്ഷിക്കണം. ആ സ്ഥാനത്ത് അവൻ്റെ പിതാവ് അസുരചക്രവർത്തിയായിരിക്കുന്ന എന്നെ പ്രതിഷ്ഠിക്കണം. ഇതാണ് എൻ്റെ ആവശ്യം. അത് മനസ്സിലാക്കി നല്ലോണം പോലെ പെരുമാറിക്കോളൂ, ഒരൊറ്റ ആളകത്തേക്ക് വരരുത് കേട്ടോ എന്ന് പറഞ്ഞു. സമ്യക് വിധാര്യതാം ബാലോ ഗുരുഗേഹേ ദ്വിജാതിഭിഃ വിഷ്ണുപക്ഷൈഃ പ്രതിച്ഛന്നൈഃ ന ഭിദ്യേതാസ്യ ധീര്യഥാ. ഈ എൻ്റെ കുട്ടിയുടെ മനസ്സ് ബുദ്ധി ഒരിക്കലും മാറരുത്. ഗൃഹമാനീതമാഹൂയ പ്രഹ്ലാദം ദൈത്യയാജകാഃ പ്രശസ്യ ശ്ലക്ഷ്ണയാ വാച സമപൃച്ഛന്ത സാമഭിഃ. ഗൃഹമാനീതമാഹൂയ, വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ഷണ്ടാമർക്കന്മാർ. എന്നിട്ട് ആ കുട്ടിയുടെ അടുത്ത് മധുരമായ രീതിയിൽ സ്നേഹപൂർവ്വം ചോദിച്ചു, സമപൃച്ഛത സാമഭി വത്സ പ്രഹ്ലാദ ഭദ്രം തേ സത്യം കഥയമാമൃഷ ബാലാനദി കുതസ്തുഭ്യം ഏഷ ബുദ്ധിവിപര്യേഹ ബുദ്ധിഭേദ പരകൃത ഉദാഹോതേ സ്വതോഭവത് ഭണ്യതാം ശ്രോതൃകാമാനാം ഗുരൂണാം കുലനന്ദന. വത്സ പ്രഹ്ലാദ ഭദ്രം തേ, പൊന്നു പ്രഹ്ലാദ നിനക്ക് നന്മ വരട്ടെ, മംഗളം വരട്ടെ. സത്യം കഥയ, സത്യം പറയൂ, നുണ പറയരുത്. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ശരിക്കും മറുപടി പറയണം. ബാലാനദി കുതസ്തുഭ്യം, സാധാരണ കുട്ടികൾക്കുള്ളതല്ല നിനക്കുള്ളത്. ആ കുട്ടികളെ വിട്ട് അതിക്രമിച്ചിട്ടുള്ള ഒരു ബുദ്ധിവിശേഷം നിങ്ങളിൽ കാണുന്നുണ്ടല്ലോ. ഈ മാറ്റം എങ്ങനെയാണ് വന്നത്? ആരാ അത് വരുത്തി തീർത്തത്? ഒന്ന് പറയാമോ എൻ്റെ പൊന്നുമോനെ? അവർ ചോദിക്കുക. ബുദ്ധിഭേദ പരകൃത ഉദാഹോതേ സ്വതോഭവത്. ഇതാരെങ്കിലും പറഞ്ഞുണ്ടായതാണോ നിൻ്റെ മനസ്സിൽ ഈ ഹരിഭക്തി? അതോ നിൻ്റെ ഉള്ളിൽ തന്നെ തോന്നിയതാണോ? ഭണ്യതാം ശ്രോതൃകാമാനാം ഗുരുണാം കുലനന്ദന. ഹേ കുലനന്ദന, ഇതൊന്ന് ദയവ് ചെയ്ത ഗുരുക്കളായിരിക്കുന്ന ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരും. ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഞങ്ങൾക്കറിയാം, നീ കേട്ടിട്ടുമുണ്ട്. ഞങ്ങൾ പഠിപ്പിക്കുന്നതൊന്നുമല്ല നീ പറയുന്നത്. ഞങ്ങൾ പഠിപ്പിക്കാത്തൊരു വിഷയം ഇത്ര ആഴത്തിലും ഗാഠതയിലും വിസ്താരത്തിലുമൊക്കെ എങ്ങനെയാണ് നിൻ്റെ മനസ്സിൽ വന്നത്? പ്രഹ്ലാദൻ മറുപടി പറയാ, സ്വപരശ്ചേത്യസദ്ഗ്രാഹ പുംസാമ്യൻ മായയാകൃത വിമോഹിതധിയാം ദൃഷ്ട തസ്മൈ ഭഗവതേ നമഃ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആ കുട്ടി പറയാണ്, ആദ്യമായിട്ട് ഭഗവാനെ നമസ്കരിക്കുന്നു ഞാൻ. ആചാര്യന്മാരുടെ ചോദ്യത്തിന് പറയാണ്, ഞാൻ ഭഗവാനെ നമസ്കരിക്കുന്നു. ഇതാ എന്നിട്ടാണ് മറുപടി പറയണത്. സ്വപരശ്ചേത്യ അസദ്ഗ്രാഹ, ഞാനല്ലാത്തവൻ, ഞാൻ, ഇവൻ, അവൻ, ഇവൾ, അവർ, ഇങ്ങനെ രണ്ട് തരത്തിലുള്ള മനസ്സൊന്നാണ്. അതിൽ നിന്ന് പുറപ്പെടുന്ന വിചാരം ഇങ്ങനെ ഭിന്നിക്കാൻ. പുംസാം യന്മായയാ കൃത,
ഈ ഭേദബുദ്ധി, വ്യത്യാസബുദ്ധി മായ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. വിമോഹിതധിയാം ദൃഷ്ട, മോഹിതന്മാർക്കാണ്. മോഹിത ബുദ്ധി, മോഹത്തിൽ കിടന്ന് ഉഴലുന്ന ബുദ്ധിക്കാർക്ക് മാത്രമേ ഇങ്ങനെയുള്ള വ്യത്യാസബുദ്ധി ഉണ്ടാവുള്ളൂ. ആ വ്യത്യാസബുദ്ധി സൃഷ്ടിക്കുന്ന ഭഗവാന് നമസ്കാരം. സയദാനുവ്രത പുംസാം പശുബുദ്ധിർവിഭിദ്യതേ അന്യേഷ തഥാന്യോഹം ഇതി ഭേദഗതാ സദീ സയേഷാത്മാ സ്വപരേത്യ ബുദ്ധിഭിഃ ദുരത്യയാനുക്രമണോ നിരൂപ്യതേ മുഹ്യന്തി യദ്വർത്മനി വേദവാദിനോ ബ്രഹ്മാദയോ ഹ്യേഷ ഭിനത്തിമേ മതിം. എന്താ അത് കഥ? എന്താ അത് കഥ? 7 വയസ്സായ കുട്ടി, സാധാരണ അധ്യാപകന്മാർ കുട്ടികളെ പഠിപ്പിക്കും. ഇവിടെ അവർ തോറ്റ് തുന്നം പാടിയിട്ട് കുട്ടിയോട് ചോദിക്കുകയാണ്, നിനക്ക് ഈ ബുദ്ധി എങ്ങനെയുണ്ടായി എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല, ഒന്ന് പറഞ്ഞു തരുമോ എന്ന്. ആ കുട്ടി അധ്യാപകന്മാരുടെ മുഖത്ത് നോക്കി സംസാരിക്കുക. ഈ ഭാരതത്തിൽ ഇതും ഇതിലേറെയും ഉണ്ടാവും. ഞാൻ കപിലവാസുദേവൻ്റെ ചരിത്രം നിങ്ങളോട് 2 തവണ സംസാരിക്കുകയുണ്ടായി. എനിക്ക് തത്വം ഉപദേശിക്കാൻ പറ്റിയ ഒരു കുഞ്ഞിനെ പ്രദാനം ചെയ്തിട്ട് വേണം എൻ്റെ പൊന്നു ഭർത്താവേ സ്വാമി അങ്ങ് പോകാമെന്ന് പറഞ്ഞപ്പോൾ അതേമാതിരി സംഭവിച്ചു. ആ കുട്ടിയുടെ മുമ്പിലിരുന്ന് ദേവഹൂതി അമ്മ കേൾക്കുകയാണ് പറയണത് മുഴുവനും. ആ കുട്ടി പറഞ്ഞത് എന്താണ്? ഈ രാജ്യത്തിൽ ഇതും ഇതിലേറെയും ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളൂ. നിങ്ങളുടെ ഏതെങ്കിലും ഗൃഹത്തിൽ ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാകും എന്ന് ഞാനിതാ അനുഗ്രഹിക്കുന്നു, ആശിക്കുന്നു. ഒക്കെ ഈ സാമാന്യേ വേണ്ടൂ നമുക്ക്. സാമാന്യം എത്ര കാലമായപ്പോൾ ഈ സാമാന്യം? ജന്മങ്ങളായി ഈ സാമാന്യത്തിൽ കിടന്ന് കഴിയുക. അസാധാരണവും അസാമാന്യവും വൈഭവപൂർണവുമായ ഒരു സംഭവം നടക്കട്ടെ. നമ്മുടെ ഗൃഹം വനത്തിൽ ചെന്ന് തപസ് ചെയ്താൽ എന്ത് നേട്ടമുണ്ടാവുമോ അതിനേക്കാൾ ഏറെ അല്ലെങ്കിൽ തത്തുല്യ നേട്ടമുണ്ടാവാൻ തക്കവിധത്തിൽ സജ്ജമാക്കി നിങ്ങൾ വയ്ക്കൂ. എന്നിട്ട് എന്തുണ്ടാവണമെന്ന് നോക്കുക. അന്യേഷ തഥാ അന്യോഹം ഇതി ഭേദഗതാ സതി. ഈ ഈശ്വരൻ വരുത്തി തീർക്കുന്നതാണ് ഞാൻ നീ എന്നിങ്ങനെയുള്ള വ്യത്യാസം. സയേഷ ആത്മാ സ്വപരേത്യ ബുദ്ധിഭി. തൻ്റേത് മറ്റൊരാളുടേത് എന്നുള്ള വിചാരം ഈ വ്യത്യാസബുദ്ധി സൃഷ്ടിച്ച് മുഹ്യന്തി യദ്വർത്മനി ഭേദവാദിനോ ബ്രഹ്മാദയോ ഹ്യേഷ ഭിനത്തിമേ മതിം. ഞാൻ വിശേഷപ്പെട്ട ഒരു സംസ്കാരത്തിൻ്റെ പേരിലാകാം, ഞാൻ പ്രാർത്ഥിച്ചിട്ടും ആവശ്യപ്പെട്ടിട്ടുമാണ് എൻ്റെ ബുദ്ധിയെ വെട്ടിമാറ്റി നന്നാക്കി തരുന്നത്. യഥാ ഭ്രാമ്യത്യയോ ബ്രഹ്മൻ സ്വയം ആകർഷസന്നിധൗ തഥാ മേ ഭിദ്യതേ ചേതഃ ചക്രപാണേർയദൃച്ഛയാ. ചില കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ ഭക്തി ഉണ്ടാവും. ഞങ്ങളിങ്ങനെ കാറിൽ കയറി പോകുമ്പോൾ എല്ലാ കുട്ടികളും ഒന്നും നോക്കിയെന്ന് വരില്ല. ഇന്നലെയോ മിനിഞ്ഞാന്നാം കണ്ട ഒരു കുട്ടി വല്ലാതെ ആംഗ്യം കാണിച്ചു. അപ്പോൾ ഞങ്ങൾ ഗ്ലാസ് തുറന്ന് ആ കുട്ടി കൈ നീട്ടുന്നു, ഷെയ്ക്കൻ്റെ ഒക്കെ കൊടുക്കാൻ, കൈ പിടിക്കാൻ. എല്ലാവർക്കും അങ്ങനെ തോന്നില്ല. ആ കുട്ടിക്ക് തോന്നുന്നു 2-3 വയസ്സേ ആയിട്ടുള്ളൂ, എനിക്ക് 4 വയസ്സായി കാണും. അപ്പോൾ അങ്ങനെ ഒരു ജന്മാണ്. യഥാ ഭ്രാമ്യത്യയോ ബ്രഹ്മൻ സ്വയം ആകർഷസന്നിധവും. ഇരുമ്പുണ്ടല്ലോ, ആ ഇരുമ്പിൻ്റെ അടുത്ത് എങ്ങാനും കാന്തമുണ്ടെങ്കിൽ ആ കാന്തത്തിൻ്റെ ആകർഷണശക്തി വലയത്തിൽപ്പെട്ട് ആ ഇരുമ്പ് കാന്തത്തിൻ്റെ അടുക്കിലേക്ക് ഇങ്ങനെ പാഞ്ഞു ചെല്ലും. അതേമാതിരി തഥാ മേ ഭിദ്യതേ ചേതഃ ചക്രപ്രാണേർ യദർച്ഛയാ. അതേമാതിരിയാണ് എൻ്റെ മനസ്സ്. ചക്രപാണി, ചതുർഭുജധാരിയായിരിക്കുന്ന മഹാവിഷ്ണു, പരമകല്യാണനിധിയായിരിക്കുന്ന ശ്രീഹരി, ആ ഹരിയെക്കുറിച്ച് ചിന്തിച്ച് ആ ഹരിസ്മരണയിൽ മകിഴുന്നത്. ഇതാണ് ഭക്തി. ഭക്തിയിൽ ഒരു ബലപ്രയോഗമില്ല. നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായി ഭഗവാനോട് തോന്നുന്ന ഒരു ആകർഷണമാണ്. എത്രയൊക്കെ വസ്തുക്കൾ എത്ര രമണീയങ്ങളും കമനീയങ്ങളും മനോഹരങ്ങളുമായി ഉണ്ടായിക്കോട്ടെ, മനസ്സ് ഭഗവാന്റെ അടുക്കിലേക്ക് അങ്ങോട്ട് പോവുള്ളൂ. യഥാ ഭ്രാമ്യത്യയോ ബ്രഹ്മൻ സ്വയം ആകർഷസന്നിധൗ തഥാ മേ ഭിദ്യതേ ചേതഃ ചക്രപാണേർയദൃച്ഛയാ.
ഏതാവത് ബ്രാഹ്മണായോക്ത്വാ വിരരാമ മഹാമതി തം സന്നിർഭസ്യ കുപിതഃ സുദീനോ രാജസേവകഃ ആനീയതാം അരേവേത്രം അസ്മാകം അയശസ്കര കുലാങ്കാരസ്യ ദുർബുദ്ധേഃ ചതുർത്ഥോസ്യോദിതോദമഃ. എന്താ പറയുക? നിങ്ങളുടെ മനസ്സൊന്നും അങ്ങോട്ട് ചെല്ലട്ടെ. ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞപ്പോൾ നാരദൻ പറയാണ്, ഏതാവത് ബ്രാഹ്മണായോക്ത്വ, ചോദിച്ച ബ്രാഹ്മണ ആചാര്യന്മാരോട് ഇങ്ങനെ മറുപടി പറഞ്ഞ് പ്രഹ്ലാദൻ മിണ്ടാതിരുന്നു. തം സന്നിർഭസ്യ കുപിതഃ, ആ കുട്ടിയെ കണ്ടമാനം നിന്ദിച്ചു. ആര്? ഷണ്ടാമർക്കന്മാർ ദേഷ്യപ്പെട്ട്. സുദീനോ രാജസേവക, അവൻ വളരെ ദീനനാണ്, ഒന്നും അറിയാത്ത കുട്ടിയാ, ചെറിയ കുട്ടിയാ. അവൻ ദേഷ്യപ്പെടുന്നവനല്ല. സത്യം പറയാൻ പറഞ്ഞില്ലേ, തെറ്റ് പറയരുതെന്ന്. ആ ഉള്ള സത്യം പറഞ്ഞു. എനിക്കിതിലൊരു ഉത്തരവാദിത്വമില്ല. എൻ്റെ മനസ്സ് മഹാവിഷ്ണുവോടും ചക്രപാണിയോടും സ്വയം ആകർഷിക്കപ്പെട്ടിരിക്കുകയാണ്. ആ ആകർഷണ ശക്തി എൻ്റെ കയ്യിലല്ല, ശ്രീഹരിയുടെ കയ്യിലാണ്. എൻ്റെ മനസ്സ് ഇരുമ്പ് പോലെയാ, ശ്രീഹരി കാന്തം പോലെയാ. ആരാ അങ്ങനെ പറയാനുള്ളത്? ഇതാണ് മനുഷ്യ മനസ്സിന് സംഭവിക്കുക, ഭക്തന്മാർക്ക് സംഭവിക്കുക. അതങ്ങോട്ട് പറഞ്ഞതിന് ആനീയതാം അരേവേത്രം, ആ ഈ കുട്ടിയെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, പോയി ചൂറിലെടുത്തുകൊണ്ട് വരടോ. അസ്മാകം അയശസ്കര, അധ്യാപകന്മാരായ ഞങ്ങൾക്ക് കൂടി അയശസ് അകീർത്തി വരുത്തുന്നതാണ് ഈ കുട്ടിയുടെ പെരുമാ. കുലാഹങ്കാരസ്യ, അവൻ്റെ കുലത്തിനെ അഗ്നി നശിപ്പിക്കുന്ന അഗ്നിയാണവൻ. ദുർബുദ്ധേഹ ചതുർത്ഥോസ്യോദിതോദമഃ. ഇങ്ങനെയുള്ള കുട്ടികളോട് സാമം ദാനം ഭേദം ഇതൊന്നും പറ്റില്ല, ദണ്ഡം തന്നെ വേണം എന്ന് പറഞ്ഞ് ചൂരിൽ കൊണ്ടുവരാൻ പറഞ്ഞു അത്രേ. ദൈതേയ ചന്ദനവനെ ജാതോയം കണ്ടകദ്രുമഃ യന്മൂനോന്മൂലപരശോഹോ വിഷ്ണോർനാലായുധോർഭകഃ. ദൈതേയ ചന്ദനവനെ ജാതോയം കണ്ടകദ്രുമഃ. എന്താണ് ഈ പദപ്രയോഗമപ്പ? എങ്ങനെയത് വരുന്നത്? ദൈതേയ ചന്ദനവനെ, ദൈതേയന്മാർ അസുരന്മാർ, ആ അസുരന്മാരായ ചന്ദനവനത്തിൽ ജാതോയം കണ്ടകദ്രുമഃ, ഇവനൊരു മുള്ളുമരം, ഒരു മുള്ളുചെടിയാണ്. യന്മൂലോന്മൂലപരശോഹോ, വംശം നശിപ്പിക്കാനുള്ള മഴുവിൻ്റെ തായാണിവൻ. വിഷ്ണോർനാലായുധോർഭകഃ. ഒരു വലിയ കാട് നശിപ്പിക്കാൻ മഴു വേണം. ആ മഴുവിന് വെറുതെ ഇട്ട് വെട്ടാൻ പറ്റില്ല, അതിന് തായ വേണം. അപ്പം മഴു വെട്ടുമ്പോൾ മരം ചോദിച്ചു അത്ര, നീ എന്തിനാടാ എന്നിങ്ങനെ മുറിച്ച് തോൽപ്പിക്കണത്? അയ്യോ, ഞാൻ തോൽപ്പിക്കണില്ല, നിൻ്റെ തന്നെ പിടിയിട്ടിട്ട് ആ പിടികൊണ്ട് എന്നിൽ എറിയാണ്. അപ്പോൾ കുലദ്രോഹി എന്ന് പറയും. കോടാലിക്കാമ്പ്, കുലത്തിന് കോടാലിക്കാമ്പ് എന്നാ പറയുക. അപ്പോൾ ദൈതേയ ചന്ദനവനെ ജാതോയം കണ്ടകദ്രുമഃ യന്മൂലോന്മൂലപരശോഹോ വിഷ്ണോർനാലായുധോർഭകഃ. ഇതിതം വിവിധോപായൈഃ ഭീഷയം സ്തർജനാദിഭിഃ പ്രഹ്ലാദം ഗ്രാഹയാമാസ ത്രിവർഗസ്യോപപാദനം. ഇങ്ങനെ നല്ല ഇടിയും ചതവും ഒക്കെ കൊടുത്തതിന് ശേഷം ആ കുട്ടിയെ ത്രിവർഗസ്യോപപാദനം, ധർമാർത്ഥ കാമമോക്ഷങ്ങളിൽ ആ അർത്ഥത്തിനും കാമത്തിനും ഊന്നൽ കൊടുത്തുകൊണ്ട് ത്രിവർഗത്തിനെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ചു. ഇതാണ് നടത്തിയത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാമതൊരു തവണ കൊണ്ടുപോയി പ്രഹ്ലാദനെ അച്ഛൻ്റെ അടുക്കിലേക്ക്. ആ രണ്ടാമത് കഴിഞ്ഞ് മൂന്നാമതും കൊണ്ടുപോയി. ആ മൂന്നാമത്തതിലാണ് കാര്യങ്ങൾക്ക് തീരുമാനം വന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ കുട്ടിയുടെ ജന്മം എങ്ങനെയാണ്, എന്നാൽ അനുഭവിച്ച യാതനകൾ ഏത് തരത്തിലുള്ളതാണ്, ആ യാതനയെ ആ കുട്ടിയെ എങ്ങനെ നേരിട്ടു. നമ്മുടെ ഉള്ളിൽ നമ്മളെ സംരക്ഷിക്കാനുള്ള ഒരു ശക്തി എപ്പോഴുമുണ്ട്. സരക്ഷിത രക്ഷതി യോഗി ഗർഭേ. ഞാനിവിടെ നിങ്ങളോട് പറയുണ്ടായി, ഗർഭത്തിൽ നമ്മെ ആര് രക്ഷിക്കുന്നുവോ ആ ശക്തി തന്നെയാണ് പുറത്തു വന്നാലും രക്ഷിക്കാനുള്ളത്. ബാലസ്യനേഹ ശരണം പിതരൗ നൃസിംഹ. നരഹരിയെ സ്തുതിക്കുന്ന സമയത്ത് പ്രഹ്ലാദൻ പറയാണ്, ലോകത്തിലുള്ള കുട്ടികൾക്ക് അച്ഛനമ്മമാരല്ല ശരണം, അല്ല ശരണം. നിങ്ങളൊക്കെ വിചാരിക്കും ഞങ്ങളാണ്
കുട്ടികൾക്കുള്ള ശരണം. താഴത്തിട്. ഒരു സംഘവും ഒരപേക്ഷയുമില്ലാതെ കുട്ടികളെയൊക്കെ നല്ല പോലെ നോക്കൂ. സംഘം പോയാലേ നിങ്ങൾക്ക് നോക്കാൻ പറ്റുള്ളൂ. ബാലസ്യ നേഹശരണം പിതരവും. അച്ഛനമ്മമാരല്ല ഇവിടെ കുട്ടികൾക്ക് ശരണം എന്ന് വേദവ്യാസന് ഇങ്ങനെ പറയാൻ എങ്ങനെയാണ് തോന്നിയത്? എന്തായിരുന്നു അധികാരം? അദ്ദേഹത്തിനെ പെറ്റുടനെ അച്ഛനും അമ്മയും ഉപേക്ഷിച്ചു പോയില്ലോ. അങ്ങനെ ഉപേക്ഷിച്ചു പോയ ഒരു വ്യാസമഹർഷിയുടെ മുഖത്തിലൂടെയും കൈകളിലൂടെയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അധ്യാത്മ സാഹിത്യം, വേദങ്ങൾ മുഴുവനും. അങ്ങനെ ഒരാളെയാണ് ഈ ശ്രീമദ് ഭാഗവതത്തിൻ്റെ രചയിതാവായി തിരഞ്ഞെടുത്തത് പ്രകൃതി. എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ള കൂട്ടിപ്പിടുത്തങ്ങളെന്ന് ആലോചിക്കൂ. ഇതിദം വിവിധോപായൈഃ ഭീഷയം സ്തർജനാധിഭിഃ പ്രഹ്ലാദം ഗ്രാഹയാമാസ ത്രിവർഗസ്യോപവാദനം. എന്നാലും അവർ കഷ്ടപ്പെട്ട് നല്ല പോലെ പഠിപ്പിച്ച് രണ്ടാമതും ആ കുട്ടിയെ അച്ഛൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. രണ്ടാമതും കൊണ്ടുപോയപ്പോൾ എന്തായി അവിടെ സംവാദം അച്ഛനും മകനും തമ്മിൽ എന്നുള്ളത് ഞാൻ വൈകുന്നേരം പറയാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ജയതി ജയതി ദേവോ ദേവകീനന്ദനോയം. ജയതി ജയതി കൃഷ്ണോ വൃഷ്ണിവംശപ്രദീപഃ. ജയതി ജയതി മേഘശ്യാമലഃ കോമലാംഗോ. ജയതി ജയതി പൃഥ്വീ ഭാരനാശോ മുകുന്ദഃ. ജയതി ജയതി പൃഥ്വീ ഭാരനാശോ മുകുന്ദഃ. ഹരി 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 ഓം തത്സത്. എല്ലാവരും കൈകോർത്ത് മടിയിൽ വയ്ക്കൂ. ബാക്കിയുള്ള മുദ്രകളും എടുക്കൂ. ഇതാ എൻ്റെ കൂടെ ഈ കൊല്ലത്തെ പരിസമാപനമായിരിക്കുന്ന ഓംകാര കൂട്ടതപസ്. ഓ